ഈ വിറകരി മരക്കരി കൊണ്ട് നമ്മൾ നമ്മുടെ മഹാരാജാവിനെ വരച്ചത് കണ്ട എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇന്ന് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ്. അപ്പോൾ നമ്മൾ അയ്യങ്കാളിയുടെ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാവിൻ്റെ ആ മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം ഇത് വെച്ച് ഈ മരക്കരി വെച്ച് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. ഈ കത്തിപ്പോയ വിറകഷ്ണത്തിൻ്റെ ഷേപ്പ് നോക്കിയ ഒരു സ്രാവിൻ്റെ തല പോലെയില്ലേ, ലേശം കരിയൊക്കെ ഉള്ളൂ, എന്നാലും സാരില്ല, നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ഭിത്തിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. കണ്ട ഈ ചുമരിലാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ പോണത്. അപ്പോൾ ഈ മരക്കരി എടുത്തിട്ട് നമ്മൾ വര തുടങ്ങാൻ പോകേണ്ട. ആദ്യം തന്നെ നമ്മൾ കണ്ണ് വരച്ചാണ് തുടങ്ങണത്. കണ്ടില്ലേ, ഈ കണ്ണ് വരച്ചങ്ങോട്ട് തുടങ്ങിയാണ്. ഈ ചിത്രത്തിന് യഥാർത്ഥ ചിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഞാനത് എൻ്റെ ഒരു ഭാവനയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അവകാശ നിഷേധങ്ങളുടെ കെട്ട കാലത്ത് പിറന്ന കാളിയാണ് അയ്യങ്കാളി. തിരുവനന്തപുരത്ത് വെങ്ങാനൂർ 1863 ഓഗസ്റ്റ് 28-ാം തീയതിയാണ് അയ്യൻ്റെയും മാലയുടെയും മകനായിട്ട് അയ്യങ്കാളി ജനിക്കുന്നത്. ജാതിയുടെ പേരിൽ കണ്ണുപൊട്ടിയ വിവേചനങ്ങൾ അങ്ങനെ പെരുകിയ സമൂഹത്തിലൂടെ ചങ്കൂറ്റത്തോടെ നടന്ന പടനായകനാണ് നമ്മുടെ അയ്യങ്കാളി. അതൊരു കട്ട ഹീറോയിസം തന്നെയായിരുന്നു. ആ ഹീറോയിസത്തിനെ മാറ്റി എഴുതാൻ വേറെ ആളില്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അത്രയേറെ ദുരിതം പിടിച്ചൊരു കാലം തന്നെയായിരുന്നു. വഴി നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, മാറുമറയ്ക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ആ ഇരുണ്ട കാലത്ത് അഴകുള്ളൊരു പേര് പോലും സ്വന്തം മക്കൾക്ക് ഇടാനായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക്, പുലയരുടെ മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. മണ്ണിൽ കുഴി കുത്തി വെച്ച് വേണം കഞ്ഞി കുടിക്കാനായിട്ട്. ഇങ്ങനെ ഒരുപാട് ഒട്ടേറെ കഷ്ടതകൾ പേറിയ ആ കാലത്തെ മാറ്റി എഴുതിക്കൊണ്ട് ഊരിപ്പിടിച്ച കടാരയുമായിട്ട് ആ മനുഷ്യൻ അങ്ങനെ മേൽമുണ്ടും തലപ്പാവൊക്കെ ധരിച്ച് സ്വർണം വെച്ച കടുക്കനൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെ വില്ലുവണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്ത് രാജപാതയിലൂടെ കടന്നു വന്ന ആ വില്ലുവണ്ടിയെ തകർത്തെറിയാൻ സവർണ ജാതിക്കാരൊക്കെ ഒത്തിരിയേറെ ഓടിപ്പാഞ്ഞൊക്കെ വന്നെങ്കിലും കടാര വീശി അടിച്ച് ഓടിച്ചൊക്കെ ഇതിന്. അന്നത്തെ ആ ഇരുണ്ട കാലത്തിൽ യാതൊന്നിനും പേടിക്കാതെ മുന്നോട്ട് പോയ ആ മഹാത്മാവാണ് നമ്മുടെ അയ്യങ്കാളി. അയ്യങ്കാളിയെപ്പോലുള്ള ആ മഹാനായ മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് നാവുയർത്തി സംസാരിക്കാനുള്ള ഒരു ധൈര്യം തന്നെ ഉണ്ടായത്. മഹാത്മാ അയ്യങ്കാളിയുടെ തലപ്പാവൊക്കെ വരയ്ക്കേണ്ട ആ ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് കയ്യെത്തിയില്ല കേട്ടോ. അപ്പോൾ തന്നെ ഓടിപ്പോയി നമ്മൾ കസാര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കസാരയിൽ കയറി എന്നാണ് വര അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ വര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയ്യങ്കാളിനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടുകൂടായ്മക്കെതിരെ 1905 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. സവർണ മേധാവികളന്ന് അത് തല്ലി തകർത്തെങ്കിലും പിന്നീട് അയ്യങ്കാളി തോറ്റില്ല, പിന്നോട്ട് മാറിയില്ല. അങ്ങനെ കൂടുതൽ ശക്തിയോടെ ഊരുട്ടമ്പൽ സ്കൂളിലേക്ക് പഞ്ചമി എന്ന പെൺകുട്ടിയുമായി 8 വയസ്സുകാരി പഞ്ചമിയുമായിട്ട് അന്ന് അയ്യങ്കാളി കടന്നു ചെന്നു. അതൊരു ഒന്നൊന്നര വരവായിരുന്നു. ആ വരവിനൊന്നും തടയാൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ പഞ്ചമി അവിടെ പഠിച്ചു എന്ന കാരണത്താൽ ആ സ്കൂൾ അന്ന് തീയിട്ട് നശിപ്പിക്കാനായിട്ട് സവർണ മേധാവികൾ കൂട്ടുനിന്ന് അവരത് ചെയ്യുകയും ചെയ്തു. പിന്നെ അയ്യങ്കാളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും, മുട്ടിപ്പുല്ല് മുളയ്ക്കും, ആരും പണിക്കിറങ്ങില്ല. അതോടുകൂടി സവർണ മേധാവിത്വത്തിൻ്റെ ആ ഒരു കത്തലൊക്കെ താനെ അടങ്ങി. പിന്നെയും ഒട്ടേറെ സമരങ്ങൾ നടന്നു. കല്ലുമാല സമരം നടന്നു. കല്ലുമാലകൾ അങ്ങനെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ ആ സമരത്തിൽ പങ്കെടുത്തു. പിന്നീട് മഹാത്മാ അയ്യങ്കാളി സാധുജന പരിപാലനം സ്ഥാപിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള പ്രതിജ്ഞയെടുത്തു. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി, ഒന്നിലും തളർന്നില്ല. 1937 അയ്യങ്കാളിനെ കാണാനായിട്ട് ഗാന്ധിജി വന്നത്. അങ്ങനെ ഗാന്ധിജിയാണ് പുലയരുടെ രാജാവെന്ന പേര് നമ്മുടെ അയ്യങ്കാളിക്ക്, മഹാത്മാ അയ്യങ്കാളിക്ക് കൊടുത്തത്. ഈ മരത്തിൻ്റെ കരി കൊണ്ട് ഇങ്ങനെ ഉരച്ചുരച്ച് ചുമരിൽ ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റണ്ട കേട്ടോ. മഹാത്മാ അയ്യങ്കാളിനെ വരയ്ക്കാമെന്ന് പറഞ്ഞൊരു അഭിമാനം തന്നെയല്ലേ. അത്രയേറെ വീരനായകനാണ് നമ്മുടെ അയ്യങ്കാളി. ഇതുപോലെ ചുമരിൽ ഇങ്ങനെ കൈകൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കൈയുടെ തൊലി പോലുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഞാൻ ചെയ്യണ പോലെ ആരും ചെയ്യരുത്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടി തന്നെ നമ്മൾ ഇതേ വര പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആ മഹാത്മാവിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു, വലിയൊരു പോരാട്ടം. അറിവിനെ, അക്ഷരങ്ങളെ, ജീവിതത്തിൻ്റെ വെളിച്ചത്തെയൊക്കെ നേടിയെടുക്കാൻ മറ്റുള്ളവർക്ക് കരുത്തായി വിളങ്ങിയ ഒരു പോരാട്ടത്തിൻ്റെ നായകനാണ് മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ നമ്മുടെ ശക്തിയാണ്, കരുത്താണ്, ചങ്കൂറ്റമാണ്, ഊർജ്ജമാണ് നമ്മുടെ അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ നമ്മുടെ വര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതുപുത്തൻ വീഡിയോയിലൂടെ, ഒരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം, ടാറ്റാ, ബൈ ബൈ, ഓക്കേ.